പോളിനെയും അവളുടെ 5 വയസ്സുകാരി മകൾ മാർട്ടിനെയും ഒരു സ്വപ്നയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. എവിടേക്കാണ്? ഡിസ്നിലാൻഡിലേക്ക്. മാർട്ടിനയുടെ ആദ്യ യാത്രയാണിത്. അവളുടെ കണ്ണുകൾ ആവേശത്താൽ തിളങ്ങുന്നു. അമ്മേ, ഞാൻ സിൻഡ്രല്ലയെയും മിക്കി മൗസിനെയും കാണാൻ പോവുകയാണ് എന്ന് മാർട്ടിന ചാടിക്കൊണ്ട് പറയുന്നു. പോളിന ചിരിച്ചുകൊണ്ട് പറയുന്നു, അതേ മോളെ, നമുക്കൊരുപാട് ഫോട്ടോ എടുക്കണം, എല്ലാ റൈഡുകളും ആസ്വദിക്കണം. വിമാനത്താവളത്തിലെല്ലാം സന്തോഷപൂർവ്വം തുടങ്ങുന്നു. മാർട്ടിന വർണ്ണാഭമായ ഡ്രസ്സിട്ട് അമ്മയുടെ കൈപിടിച്ച് ചാടിക്കളിക്കുന്നു. അവർ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഡിസ്നി കഥാപാത്രങ്ങളുടെ സ്റ്റിക്കറുകൾ വാങ്ങി ബാഗുകൾ അലങ്കരിക്കുന്നു. അവിടെ ഒരു മ്യൂസിക് ബാൻഡ് കളിക്കുന്നത് കണ്ട് മാർട്ടിന നൃത്തം തുടങ്ങുന്നു. യാത്രക്കാരെല്ലാം അവളെ നോക്കിച്ചിരിക്കുന്നു. പോളിന അത് ഫോണിൽ പകർത്തി ബന്ധുക്കൾക്കയക്കുന്നു. നോക്ക്, എന്റെ മോൾ ഒരു സ്റ്റാറാണ് എന്ന് അവൾ മനസ്സിൽ പറയുന്നു. ചെക്ക് ഇൻ കൗണ്ടറിൽ മാർട്ടിന അമ്മയെ ബാഗുകൾ വയ്ക്കാൻ സഹായിക്കുന്നു. സ്റ്റാഫ് അവൾക്ക് ഒരു ഹാപ്പി ജേണി സ്റ്റിക്കർ തരുന്നു. അമ്മേ, ഇതെന്റെ പാസ്പോർട്ടിൽ ഒട്ടിക്കാം അല്ലേ എന്ന് മാർട്ടിന ചോദിക്കുന്നു. പോളിന അവളെ കെട്ടിപ്പിടിച്ചു പറയുന്നു, നിന്റെ പാസ്പോർട്ട് ഇപ്പോൾ കൂടുതൽ ഭംഗിയായി. ബോർഡിംഗ് ഗേറ്റിലെത്തുമ്പോൾ പോളിന വിമാനം ചൂണ്ടിക്കാണിച്ചു പറയുന്നു, നോക്ക് മോളെ, ഇതാണ് നമ്മെ ആകാശത്തേക്ക് കൊണ്ടുപോകുന്നത്. മാർട്ടിനയുടെ കുഞ്ഞുമനസ്സിൽ ചോദ്യങ്ങൾ ഒരുപാടാണ്. നമ്മൾ പക്ഷികളെപ്പോലെ പറക്കുമോ? നക്ഷത്രങ്ങൾ തൊടാമോ? പോളിന ചിരിച്ചുകൊണ്ട് പറയുന്നു, നക്ഷത്രങ്ങൾ ദൂരെയാണ്, പക്ഷേ രാത്രി അവയെ നിനക്ക് തിളങ്ങുന്നത് കാണാം. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മാർട്ടിനയുടെ വയറ്റിൽ പൂമ്പാറ്റകൾ പറക്കുന്നു. അമ്മേ, ഞാൻ പറക്കുന്നു, ഇത് മാജിക് പോലെയാണ് എന്ന് അവൾ ആർപ്പു വിളിക്കുന്നു. പോളിന അവളുടെ കൈ മുറുകെ പിടിക്കുന്നു. ക്യാപ്റ്റൻ വിമാനത്തിന്റെ വിവരങ്ങൾ പറയുന്നു. മാർട്ടിന എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നു. വിമാനം എങ്ങനെ പറക്കുന്നു അമ്മേ എന്നവൾ ചോദിക്കുന്നു. ചിറകുകളും എഞ്ചിനുകളും കാരണം മോളെ, അവ വിമാനത്തെ ആകാശത്തേക്ക് ഉയർത്തുന്നു എന്ന് പോളിന വിശദീകരിക്കുന്നു. വിമാനം ഉയർന്നുകഴിഞ്ഞ് എല്ലാം ശാന്തമാകുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റ് ജ്യൂസും ബിസ്ക്കറ്റും കൊണ്ടുവരുന്നു. മാർട്ടിന ഓറഞ്ച് ജ്യൂസ് തിരഞ്ഞെടുക്കുന്നു. പോളിന മകളെ നോക്കി അഭിമാനത്തോടെ ചിരിക്കുന്നു. നമുക്ക് ഡിസ്നിയിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കണമല്ലേ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഈ യാത്ര പോളിനയ്ക്കും മാർട്ടിനയ്ക്കും പ്രത്യേകമാണ്. മാർട്ടിനയുടെ മാതാപിതാക്കളുടെ വിവാഹമോചനം കഴിഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു. പോളിന ഒരുപാട് കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ചാണ് ഈ യാത്ര സാധ്യമാക്കിയത്. മോളെ, കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഈ യാത്ര നമ്മെ സന്തോഷിപ്പിക്കും എന്ന് അവൾ മാർട്ടിനയോട് പറയുന്നു. ഞാൻ അപ്പയെ മിസ് ചെയ്യുന്നു, പക്ഷേ ഡിസ്നിയിലേക്ക് പോകുന്നതിൽ സന്തോഷമുണ്ട് എന്ന് മാർട്ടിന മറുപടി പറയുന്നു. നമുക്കിവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് അല്ലേ? യാത്രയുടെ പകുതിയിൽ ഒരു കൊടുങ്കാറ്റ് ഉയരുന്നു. വിമാനം കുലുങ്ങാൻ തുടങ്ങുന്നു. ടവറുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. മാർട്ടിന ഭയപ്പെട്ടു പറയുന്നു, അമ്മേ, എനിക്ക് പേടിയാകുന്നു. പോളിന അവളെ ആശ്വസിപ്പിക്കുന്നു. പേടിക്കേണ്ട മോളെ, ഇതൊക്കെ സാധാരണമാണ്. പക്ഷേ പെട്ടെന്നൊരു മിന്നൽ വിമാനത്തിൽ പതിക്കുന്നു. ലൈറ്റുകളെല്ലാം അണയുന്നു. ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് വീഴുന്നു. വിമാനം ശക്തമായി കുലുങ്ങുന്നു. യാത്രക്കാർ ഭയത്തോടെ നിലവിളിക്കുന്നു. നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്ന് ചിലർ വിളിക്കുന്നു. പോളിന മാർട്ടിനയ്ക്ക് മാസ്ക് വയ്ക്കാൻ സഹായിക്കുന്നു. ശ്വാസം ആഴത്തിൽ വലിക്ക് മോളെ, എല്ലാം ശരിയാകും എന്നവൾ പറയുന്നു. പക്ഷേ അവളുടെ ഹൃദയവും മുറുകുന്നുണ്ട്. കോക്പിറ്റിൽ പൈലറ്റും കോ പൈലറ്റും പരിഭ്രാന്തരാണ്. മിന്നൽ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ തകർത്തിരിക്കുന്നു. ഇടത് എഞ്ചിൻ പവർ നഷ്ടപ്പെടുന്നു എന്ന് കോ പൈലറ്റ് വിളിക്കുന്നു. അലാറങ്ങൾ മുഴങ്ങുന്നു. പുകയുടെ മണം നിറയുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റ് സാറ പറയുന്നു, തല കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കൂ, എമർജൻസി ലാൻഡിങ്ങിന് തയ്യാറാകൂ. ഈ സമയത്ത് പോളിന മാർട്ടിനയെ ചേർത്ത് പിടിച്ച് പറയുന്നു, എന്റെ കണ്ണുകളിലേക്ക് നോക്കുമോളെ, നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നോർക്കണം. നീ ഒരു ധൈര്യശാലിയാണ്. മാർട്ടിന കണ്ണീർ വന്നെങ്കിലും ഞാൻ ധൈര്യം കാണിക്കാം അമ്മേ എന്ന് പറയുന്നു. പെട്ടെന്ന് കോ പൈലറ്റിന് ഒരു ഐഡിയ തോന്നുന്നു. ഇലക്ട്രിക്കൽ വയറിംഗിൽ പ്രശ്നമുണ്ട്. അത് ശരിയാക്കിയാൽ വിമാനം രക്ഷിക്കാം. പക്ഷേ അതിനുള്ള ഓപ്പണിംഗ് വളരെ ചെറുതാണ്. ഒരു കുട്ടി മാത്രമേ അവിടെ എത്തൂ. അറ്റൻഡന്റ് സാറ യാത്രക്കാരോട് ചോദിക്കുന്നു, നമുക്കിടയിൽ ചെറിയ കുട്ടികൾ ആരെങ്കിലുമുണ്ടോ? പോളിന മടിച്ചു കൈ ഉയർത്തുന്നു. എന്റെ മകൾ മാർട്ടിന, അവൾക്ക് പറ്റിയേക്കും. സാറ വിശദീകരിക്കുന്നു, ഒരു ചെറിയ ഓപ്പണിംഗിലൂടെ മാർട്ടിനയ്ക്ക് വയറുകൾ ശരിയാക്കേണ്ടിവരും. ഇത് അപകടകരമാണ്, പക്ഷേ ഇതാണ് നമ്മുടെ ഏക പ്രതീക്ഷ. മാർട്ടിന ഭയത്തോടെ അമ്മയെ നോക്കുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റുമോ അമ്മേ? പോളിന അവളെ കെട്ടിപ്പിടിച്ചു പറയുന്നു, നീ എന്റെ ധൈര്യശാലിയാണ് മോളെ. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അവർ മാർട്ടിനയ്ക്ക് ഒരു സേഫ്റ്റി ബെൽറ്റും റേഡിയോയും വെച്ചുകൊടുക്കുന്നു. നിന്നെ ഞങ്ങൾ ഗൈഡ് ചെയ്യും, ചുവപ്പും പച്ചയും വയറുകൾ ശരിയാക്കിയാൽ മതി എന്ന് കോ പൈലറ്റ് പറയുന്നു. മാർട്ടിന അമ്മയെ ഒരിക്കൽ കൂടി കെട്ടിപ്പിടിക്കുന്നു.
ഞാൻ വേഗം തിരിച്ചുവരാം അമ്മേ. ചെറിയ ഓപ്പണിങ്ങിലൂടെ അവൾ ഇഴഞ്ഞുകയറുന്നു. ഉള്ളിൽ ഇരുട്ടാണ്, ഒരു ചെറിയ ടോർച്ചിന്റെ വെളിച്ചം മാത്രം. മാർട്ടിനയുടെ കുഞ്ഞു കൈകൾ വിറയ്ക്കുന്നു, പക്ഷേ അവൾ മുന്നോട്ടു പോകുന്നു. മാർട്ടിന, ചുവപ്പ് വയർ ആദ്യം കണ്ടെത്തൂ എന്ന് റേഡിയോയിൽ നിന്ന് ശബ്ദം വരുന്നു. ഇവിടെയുണ്ട് എന്ന് മാർട്ടിന മറുപടി പറയുന്നു. പോളിന് പുറത്ത് കാത്തിരിക്കുന്നു. ഓരോ സെക്കൻഡും ഒരു യുഗം പോലെ തോന്നുന്നു. യാത്രക്കാർ നിശബ്ദരാണ്. ചിലർ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ മാർട്ടിനയ്ക്കു വേണ്ടി മനസ്സിൽ ആശംസിക്കുന്നു. പച്ചവയർ X3 എന്ന് മാർക്ക് ചെയ്തത് എന്ന് കോപൈലറ്റ് പറയുന്നു. മാർട്ടിന ഒരുപാട് വയറുകൾക്കിടയിൽ തപ്പുന്നു. ഇവിടെ ഒരുപാട് പച്ച വയറുകളുണ്ട് എന്ന് അവൾ വിളിക്കുന്നു. നിന്റെ സമയമെടുത്ത് തപ്പൂ മോളെ എന്ന് ശബ്ദം. ഒടുവിൽ കണ്ടെത്തി. ചുവപ്പ് വയർ കണക്ട് ചെയ്തു എന്ന് മാർട്ടിന പറയുന്നു. ഇനി നീലവയർ എന്ന് കോപൈലറ്റ്. മാർട്ടിന ശ്രമിക്കുന്നു. ശ്വാസം വേഗത്തിലാകുന്നു. ഞാൻ ചെയ്തു എന്ന് അവൾ വിളിക്കുന്നു. പക്ഷേ ഒരു അവസാന വയർ കൂടിയുണ്ട്, കറുപ്പ് കട്ടിയുള്ള ഒരു വയർ. ഇത് ശക്തിയായി ഫിറ്റ് ചെയ്യണം. മാർട്ടിന തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അത് ശരിയാക്കുന്നു. പെട്ടെന്ന് ഒരു മെക്കാനിക്കൽ ശബ്ദം. കോക്പിറ്റിൽ ലൈറ്റുകൾ തിരിച്ചുവരുന്നു. സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിന്റെ കാരണം വിമാനം രക്ഷപ്പെട്ടു മാർട്ടിന എന്ന് പൈലറ്റ് പറയുന്നു. മാർട്ടിന ഓപ്പണിങ്ങിലൂടെ തിരിച്ചുവരുമ്പോൾ അവളുടെ ഡ്രസ്സ് കീറി, മുഖംപൊടി നിറഞ്ഞിരിക്കുന്നു. പക്ഷേ കണ്ണുകൾ തിളങ്ങുന്നു. യാത്രക്കാർ കൈയടിക്കുന്നു. പോളിനെ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. നിന്റെ അമ്മയുടെ ഹീറോ. വിമാനം സുരക്ഷിതമായി ഓർലാൻഡോയിൽ ലാൻഡ് ചെയ്യുന്നു. മാധ്യമങ്ങൾ മാർട്ടിനയെ കാത്തുനിൽക്കുന്നു. പക്ഷേ അവൾ അമ്മയുടെ മടിയിൽ ഉറങ്ങുകയാണ്, കയ്യിൽ മിക്കി മൗസ് പാവയുമായി. നിന്റെ ധൈര്യം 147 പേരെ രക്ഷിച്ചു എന്ന് പോളിന മനസ്സിൽ പറയുന്നു. എയർലൈൻ മാർട്ടിനയ്ക്കും പോളിനയ്ക്കും 1 വർഷത്തേക്ക് ഫ്രീ ടിക്കറ്റുകൾ നൽകുന്നു. അവർ ഡിസ്നിലാൻഡിൽ സ്വപ്നതുല്യമായ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നു. സിൻഡ്രല്ലയുടെ കോട്ടയും മിന്നി മൗസുമൊക്കെ. നമുക്കീ കഥ ഇഷ്ടപ്പെട്ടുവല്ലേ? മാർട്ടിനെപ്പോലെ ചെറിയവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.